ലാലേട്ടൻ ആരാധകർക്ക് നിരാശ. കാരണം നമ്മുടെ രണ്ടാം ഊഴം എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടനാണ് ലീഡ് റോളായിട്ടുള്ള ഭീമൻ്റെ ക്യാരക്ടർ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കുറേ നാളായിട്ട് പുറത്തു വന്നതാണ്. പിന്നെ അതിൻ്റെ അനക്കവും കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലാലേട്ടൻ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നില്ല. അതായത് ഭീമനായിട്ട് ലാലേട്ടൻ വരില്ല, വേറൊരു ആക്ടറായിരിക്കും ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതെന്നാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചുമല്ല, ഋഷഭ് ഷെട്ടിയെക്കുറിച്ചാണ്. അദ്ദേഹം തന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തും അദ്ദേഹം തന്നെ ഈ സിനിമ അഭിനയിച്ചും പുറത്തു വരാനാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ സാധിച്ചത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷഭ് ഷെട്ടിയുടെയിലാണെങ്കിൽ ഭദ്രമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ കാന്താര കണ്ടയാണ്, പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്ത് പുള്ളി തന്നെ അഭിനയിച്ച് ഏതൊരു റേഞ്ചിലാണ് എടുത്തതെന്ന്. ഫസ്റ്റ് പാർട്ട് നോക്കിയാലും സെക്കൻഡ് പാർട്ട് നോക്കിയാലും നല്ല രീതിക്ക് തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒരു സിനിമ എടുക്കാൻ അറിയുന്ന ഒരു ഡയറക്ടറുമാണ്. പിന്നെ ലാലേട്ടൻ ഇത്രയും നാളിന് ശേഷം ആ ഒരു ഭീമനായിട്ടൊക്കെ വരുമ്പോൾ പുള്ളി ഏത് രീതിക്കായിരിക്കും നമ്മൾ പുള്ളിയെ കാണുന്നതെന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇത് ഈ ഋഷഭ് ഷെട്ടിയിലേക്ക് പോയതുകൊണ്ട് വേറൊരു വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ലാലേട്ടൻ ആരാധകർക്കാണേലും മലയാളികൾക്കാണേലും ചെറിയൊരു നിരാശയുണ്ട് ഈ ഒരു കാര്യത്തിൽ. പിന്നെയും നമ്മുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണെങ്കിൽ ഭയങ്കരമായിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല. അപ്പോൾ ആ ഒരു കഥ അത്രയും നല്ല രീതിക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ സന്തോഷമായിട്ടുള്ള കാര്യമില്ല. എങ്കിലും ലാലേട്ടൻ എന്തായാലും ഇനിയിപ്പം വരുന്ന പ്രോജക്റ്റുകളെല്ലാം നല്ല നല്ല പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഋഷഭ് ഷെട്ടി ആണെങ്കിൽ പുള്ളിയുടെ ഒരു പരിപാടി ഇതിനകത്ത് കാണിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വേറൊരു സംശയം വേണ്ട. ഇതോടെ ചെയ്തു കഴിഞ്ഞാൽ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്ററാണ് പുള്ളി തൂക്കാൻ പോകുന്നത്. അപ്പം ഏതായാലും നല്ലത് നടക്കട്ടെ, നല്ല രീതിക്ക് തന്നെ പരിപാടികളെല്ലാം നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് കേട്ടിട്ട് നിങ്ങൾക്ക് നിരാശയാണോ അതോ ഋഷഭ് ഷെട്ടി ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം